ഈ ഇരിക്കുന്നതിൽ ഈ വന്നതിൽ മെജോറിറ്റി ആൾക്കാർ എനിക്ക് എഗൻസ്റ്റ് പറഞ്ഞ ആൾക്കാരാണ്. ഒരു 95% ആൾക്കാർ എനിക്ക് എഗൻസ്റ്റ് പറഞ്ഞ ആൾക്കാരാണ്. പലരും പൊടിയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും പല ആൾക്കാരും പറയും ഇത്രയും അഗ്രസീവ് ആയിട്ടുള്ള ഒരു ടോക്സിക് ആളിനെയൊക്കെ വേണമെന്ന് ചോദിക്കാറുണ്ട്. പൊടി ഭയങ്കര പാവമാണ്. അപ്പൊ പൊടിക്ക് ഇപ്പൊ ഞാനില്ലെങ്കിലും 10,000 കണക്കിന് ചെക്കന്മാരെ കിട്ടും മനസ്സിലായി കല്യാണം കഴിക്കാൻ. എനിക്കൊന്ന് 2023 ഏറ്റവും കൂടുതൽ ട്രോളിൽ നിന്ന ഒരാളാണ് ഞാൻ. 24 ഞാനില്ല, ഒരു ട്രോളിൽ ഞാനില്ല. എന്തുകൊണ്ടില്ല? പലരും എന്റെ മൂവി ഇപ്പോഴും ചെയ്തിട്ടില്ല, ഇനി കളവനായിട്ടാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ മൂവിക്ക് കളവനാവണമെന്നില്ല, കളവനാവുന്ന വേഷമെങ്കിലും ഞാൻ ചെയ്യും. അല്ല, എനിക്ക് ആക്ച്വലി ദിൽഷയായിട്ട് കോണ്ടാക്ട് ഇല്ല. ബ്ലെസ്ലീനെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് കാണുന്നത്. ഡോക്ടർ റോബിൻ, സ്വാഗതം. താങ്ക് യു സോ മച്ച്. സോ എന്താ പറയാ, ഓണത്തിന്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ കളി കണ്ട് മാറിയിരിക്കായിരുന്നു. അതേ ചേട്ടാ ഒരു 20 മിനിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇപ്പൊ എനിക്കൊന്ന് ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് കുറെ നാളായി, മാസങ്ങളായി, എനിക്കൊന്ന് മോർ ദാൻ ഒരു 6 months കൂടുതലായി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ പ്ലാൻഡ് അല്ല, നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. സോ എന്തായാലും ഇന്ന് ആക്ച്വലി ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു ദിവസമാണ്. കാരണം നമ്മുടെ ബിഗ് ബോസിലെ ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഒരു ക്രിക്കറ്റ് മാച്ചും കാര്യങ്ങളെല്ലാം കൂടെ ഒരു ഗെറ്റ് ഓവർ പോലെ. സോ ഇവരെല്ലാവരും പലരെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് ലൈക്ക് അങ്ങനെ അധികം ആരുടെ മിങ്കിൾ ചെയ്യാതെ ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തി. സോ ഇവരെല്ലാവരെയും എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എന്റെ സീസൺ കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഓരോ സീസണിലും ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, പിന്നെ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ ഉള്ളത് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷം. നമുക്ക് നേരിട്ട്, അതായത് റോബിൻ ചേട്ടൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. എപ്പോഴും ഇപ്പം റീൽസ് ആണ് ഞങ്ങൾ കൂടുതൽ കാണാതെ, ഏറ്റവും കൂടുതൽ കണ്ടത് ഹണിമൂൺ പീരീഡിലുള്ള റീൽസ് ആണ്. അതും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങൾ മഞ്ഞിക്കളിക്കുമ്പോ ഓരോ സ്ഥലത്ത് പോകുമ്പോ ഞങ്ങൾ വന്ന പോലെ ശരിക്കും. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഈ കുട്ടിക്കാലം മുതലേ എനിക്ക് കല്യാണം കഴിഞ്ഞ ഹണിമൂൺ ഞാൻ അങ്ങനെ അധികം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത ഒരാളല്ല. അപ്പൊ എനിക്ക് കിട്ടിയ പാർട്ണർ ആണെങ്കിലും എന്റെ വൈഫ് ആണെങ്കിലും പുള്ളിക്കാരി അധികം സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ മുന്നേ ഇങ്ങനെ ചിന്തിക്കുന്നത് നമുക്കിങ്ങനെ 1 രൂപ ചെലവില്ലാതെ നമ്മളെ ട്രാവലും അക്കോമഡേഷനും എല്ലാം കൂടെ ആരെങ്കിലൊക്കെ നമ്മളെ സ്പോൺസർ ചെയ്ത് നമ്മളെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പണ്ട്. ഇന്ന് ബിഗ് ബോസിലൊക്കെ വരുന്നതിന് മുന്നേ. അത് സത്യം പറയാൻ നമ്മുടെ ആഗ്രഹം സാധിച്ചിരിക്കുക. 2 വർഷത്തേക്ക് 27+ കൺട്രീസ് ആണ് എന്ത് ചെയ്യുന്ന ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പം അതിൽ ഓൾറെഡി ഒരു കൺട്രി കഴിഞ്ഞു, നമ്മുടെ ഏതാണ് അസർബൈജാൻ. അത് കഴിഞ്ഞ മാസം ആക്ച്വലി 13-ാം തീയതി, അന്ന് മാർച്ച് 13-ാം തീയതി ഞങ്ങൾക്ക് ബാലി പോകാനുള്ള ടിക്കറ്റും എല്ലാം എടുത്തതാ. എനിക്ക് ന്യൂമോണിയ വന്നു. കാരണം കോവിഡ് വന്നതിന് ശേഷം എന്റെ ഇമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പം വഴി പോണ എല്ലാ അസുഖങ്ങളും കിട്ടാറുണ്ട്. അത് മെഡിക്കേഷൻ എടുത്താലും കുറച്ച് കഴിയുമ്പോൾ ഗ്രാജുവലി അത് എന്ത് ചെയ്യും, വീണ്ടും അത് വേർഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ എന്റെ കഫത്തിൽ ബ്ലഡ് വരുന്ന ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴാണ് പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയി ബ്ലഡ് റൂട്ടീൻസും എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പം എനിക്ക് ന്യൂമോണിയയുടെ ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ലൈക്ക് കംപ്ലീറ്റ്ലി ആ ഒരു പ്ലാൻ എന്ത് ചെയ്തു, ഷട്ട് ഡൗൺ ചെയ്തു. ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ഒരു ഫോട്ടോ പോലും പബ്ലിക്കലി സ്റ്റോറി ആയിട്ട് ഇടണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി 13-ാം തീയതി പോകുന്നെന്ന് പറഞ്ഞിട്ട് 2 ദിവസം മുന്നേ വയ്യാണ്ടാവുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇനിയിപ്പോൾ വെറുതെ കഥ ഉണ്ടാക്കും, ഇവർക്ക് ഇനി അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റോറി ഇട്ടിട്ട് ഇത് പോസ്റ്റ്പോൺ ചെയ്യുന്നുള്ളത്. ഈ മാർച്ച് 13-ാം തീയതി അന്നാണ് തിരിച്ച് വീണ്ടും ടിക്കറ്റ് ഇത് എടുത്തിരിക്കുന്നത്, റീസ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ മെയ് 13-ാം തീയതി പോകാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് താങ്ക് യു ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സ്. ഞങ്ങൾ രണ്ടുപേരും സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മറൈൻ ഡ്രൈവിലുള്ള ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സ് ആണ്. സോ അവരെന്തായാലും പറയണം, കാരണം ഇങ്ങനെയൊന്നും ആർക്കും ചെയ്യത്തില്ല. പിന്നെ പലർക്കും ചില എന്താ പറയുക കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ട്, നമ്മളെന്താ 2 വർഷത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് അണുവയും പോയിരിക്കുന്നത്. അങ്ങനെയൊന്നും ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞത് 2 വർഷത്തേക്ക് 27+ കൺട്രീസ് നമ്മൾ കവർ ചെയ്യുന്നതാണ്. സോ ഇനി ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തതാ. പിന്നെ അസർബൈജാൻ ട്രിപ്പ് ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഞങ്ങൾ രണ്ടുപേരും ആക്ച്വലി സത്യം എൻജോയ് ചെയ്തു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എന്താ പറയാ, അത് അല്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാം. പിന്നെ ഞാൻ പറയില്ലേ, ഈ നിങ്ങൾ കണ്ടിട്ടുള്ള കുറച്ച് വീഡിയോസ് എന്ന് പറയുന്നത് അതിലെ ജസ്റ്റ് ഒരു മേ ബി ഒരു 1% ഒക്കെ കാണുള്ളൂ. ഞാൻ അതിലുള്ള കോമഡി സാധനങ്ങളൊന്നും ഇത് ചെയ്തിട്ടില്ല. പിന്നെ പലർക്കും പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര എന്താ പറയാ, ഒരു ഇച്ചിരി അധികം സംസാരിക്കാത്ത അല്ലെങ്കിൽ കുറച്ച് റൂഡാണെന്നൊക്കെ പലരും, അല്ലെങ്കിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആണെന്നൊക്കെ വിചാരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇന്റർവ്യൂല്, നിങ്ങൾ ആരും കാണാത്തൊരു പൊടീനെ എനിക്കറിയാവുന്ന. അപ്പൊ ആ പൊടീനെ കുറച്ചാണ് ഞാൻ ആ വീഡിയോസിൽ കാണിച്ചത്. അത് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തു, ഇതേപോലെ പൊടീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, പുള്ളിക്ക് മഞ്ഞ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ മഞ്ഞില് മാക്സിമം അത് എൻജോയ് ചെയ്തായിരുന്നു. എന്നാൽ ഒരു കൊച്ചു കുട്ടിയെ കണക്കായിരുന്നു ആക്ച്വലി പുള്ളിക്ക് ഓടി നടക്കുന്നത്. പിന്നെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്തിയപ്പം അതൊരു മാജിക്കൽ വേൾഡ് കണക്ക് എന്ത് ചെയ്തു. ഈവൻ പൊടിയുടെ എക്സൈറ്റ്മെന്റ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ആ ഒരു കുഞ്ഞ് ആഗ്രഹം എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്.
എന്താ പറയാ, ഇനി അടുത്ത ബാലി ട്രിപ്പാണ്. അപ്പം ഞങ്ങൾ എന്തായാലും മിക്കവാറും യൂട്യൂബിലും കൂടെ വീഡിയോസ് ഇനിയും കാണും. ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്ന അമ്മമാരും വീട്ടിൽ ഉള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഫാമിലി എല്ലാവർക്കും വേണ്ടി നമ്മൾ യൂട്യൂബിലും കൂടെ വീഡിയോ ഇടും. സോ ഇതൊക്കെ തന്നെയാണ്. പിന്നെ എന്താ പറയാ, കല്യാണം കഴിഞ്ഞതിന് ശേഷം പലരും ചോദിക്കുന്നത് എന്താണ് ഒരു ഡിഫറൻസ് എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് സത്യം പറയാൻ പൊടിനെ ഒരു 3 വർഷമായിട്ട് അറിയാം. ഞാൻ അപ്പം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും. പിന്നെ എന്റെ ക്യാരക്ടറിൽ അങ്ങനെ വലിയ ചേഞ്ച് ഒന്നും ഞാൻ വരുത്തിയിട്ടില്ല. പിന്നെ ചില കാര്യങ്ങൾ ഞാനിപ്പോൾ കുറച്ച് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നെങ്കിൽ കുറച്ച് മാത്രം ദേഷ്യപ്പെടും. ഭയങ്കര അഗ്രസീവ് ആയിരുന്നുള്ള ഒരാളാണെങ്കിൽ കുറച്ച് അഗ്രസീവ് ആവും. പിന്നെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് റിയാക്ട് ചെയ്യും. എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ടെന്ന്. അപ്പൊ ആ ഒരു കൺട്രോൾ ഉണ്ടെന്നത് നമ്മൾ പ്രായമാകുമ്പോൾ, പ്രായം എന്ന് വെച്ചാൽ 35 വയസ്സുണ്ട് കേട്ടോ എനിക്ക്. അപ്പം ആ ഒരു ഇതിന്റെ കുറച്ച് മാറ്റങ്ങൾ. അത് ആർജിച്ചായിട്ട് വന്നിട്ടൊരു ഇൻഫ്ലുവൻസ് ആണോ അതോ സ്വയമായിട്ട് ഞാൻ മാറാം, എന്താ അതിനൊരു കാരണം? ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ബിഗ് ബോസിന് പോണതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-32 വയസ്സ് വരെയും ഞാനൊരു ഡോക്ടറായിട്ടും അല്ലാതെ ഒരു ലൈഫ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര അധികം ബഹളമൊന്നും ഇല്ലാതെ കാമാൻ കോയിട്ടായിട്ട് ഒരാളാണ്. എനിക്കധികം ഫ്രണ്ട്സ് ഇല്ല, കാര്യങ്ങളില്ല, ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യുന്ന വീട്, അങ്ങനെയുള്ള ലൈഫായിരുന്നു. അപ്പൊ ഇതില് ഈവൻ എന്റെ ഹോസ്പിറ്റലിലുള്ള പലരും ഇതെന്താ ഡോക്ടർ ഇങ്ങനെ ഭയങ്കര അത് ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ പറയില്ല, ഞാൻ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ് മാക്സിമം യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ ഫെയിം ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, ഫെയിമിന്റെ എക്സ്ട്രീം ഫെയിം. കാരണം കിട്ടുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി, കാരണം ബിഗ് ബോസ് കഴിഞ്ഞ ഒരു 2-3 മാസം വരെ ഇതിന്റെ എന്തുണ്ടാവും, ഇതിന്റെ ഹൈപ്പ് ഉണ്ടാവും. അപ്പൊ എനിക്കത് മാക്സിമം ഒരു 1 ഇയർ വരെ എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണം. അതുവേണ്ടി പല രീതിയിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഓപ്പണായിട്ട് പല കാര്യങ്ങളും ചിലപ്പം ഞാൻ ചെയ്യേണ്ടി വന്നില്ല, കണ്ടന്റിന് വേണ്ടി ചെയ്യേണ്ടി വന്നില്ല. ഈ യൂട്യൂബിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും എല്ലാ ആൾക്കാരും കണ്ടന്റിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. റിയൽ ലൈഫ് വേറെ, റിയൽ ലൈഫ് വേറെ അല്ലേ? എക്സാക്ട്ലി അങ്ങനെ ഒരു കാര്യം. അപ്പം ഞാൻ അത്രയും മാത്രം ഒരു എഫേർട്ട് എടുത്ത് കോൺട്രിബ്യൂട്ട് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിൽ എല്ലാം ചെയ്ത് അത്യാവശ്യം കുറച്ച് പേരിൽ അറിയപ്പെടുന്ന ഒരാളായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചു, കാരണം ഞാനിപ്പം നിങ്ങളിപ്പോ എന്റെ ഇന്റർവ്യൂ എടുക്കുന്നു, ഞാൻ ചോദിച്ചു ഇതിനു മുന്നേ ആരെങ്കിലും ഇന്റർവ്യൂ ഇവിടെ എടുത്തോന്ന് വെച്ചാൽ എന്റെ ഇന്റർവ്യൂ ആണ് ഫസ്റ്റ് എന്ന് പറഞ്ഞു. അതേപോലെ മൈജിയുടെ വീഡിയോ നോക്കിയപ്പോൾ എന്റെ വീഡിയോ. അപ്പം എനിക്ക് കുറച്ച് റീച്ച് ഉണ്ട്, ആൾക്കാർ എന്റെ സംഭവം കാണുമെന്ന് എനിക്കറിയാം, എന്നെ കുറച്ചൊരു ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം എത്തിയത് അതിന്റെ മെയിൻ ഫാക്ടർ. കാരണം എനിക്ക് ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എനിക്ക് എന്നോട് തന്നെയാണ്. കാരണം എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ വീണ് കിടക്കുമ്പോഴും, ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുമ്പോഴും, ഏറ്റവും കൂടുതൽ വിഷമിച്ചിരിക്കുമ്പോഴും എന്നെ ആദ്യം സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ഞാൻ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ സപ്പോർട്ടിങ് ഫാക്ടർ ആയിട്ട് പൊടിയും കൂടെ വന്നിട്ടുണ്ട്. കാരണം പലരും പൊടിയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും പല ആൾക്കാരും പറയും എന്തിനാണ് ഇത്രയും അഗ്രസീവ് ആയിട്ടുള്ള ഒരു ടോക്സിക് ആളിനെയൊക്കെ വേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ പൊടി ഭയങ്കര പാവമാണ്. പൊടിക്ക് നോക്കുമ്പോഴത്തേക്ക് പൊടിക്ക് എന്നെ അറിയാം. ഇപ്പൊ ഈ പുറമേ കാണിക്കുന്ന ആ ഒരു സംഭവം അല്ലാത്ത ഒരു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പൊടിക്ക് അറിയാം. അപ്പൊ പൊടിക്ക് ഇപ്പൊ ഞാനില്ലെങ്കിലും 10,000 ചെക്കന്മാരെ കിട്ടും, മനസ്സിലായി, കല്യാണം കഴിക്കാൻ. എന്നിട്ടും ലൈക്ക് എന്നെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ there is something good in me അല്ലേ? ഇപ്പൊ എനിക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ബിഗ് ബോസ് വരുമ്പോഴേ ലാലേട്ടൻ എന്റെ ഫ്രണ്ട് വെച്ച് പറഞ്ഞൊരു കാര്യമാണ്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ആളല്ല, പോസിറ്റീവും നെഗറ്റീവും ഉള്ള ഒരു സാധാരണക്കാരനാണ്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രം കാണിച്ച് നല്ലവനെ ഉണ്ണിയായിട്ട് ആക്ട് ചെയ്ത് കാണിക്കാം. പക്ഷെ അതിനുപരി ഞാൻ ചെയ്തത് എന്താ, എന്റെ പോസിറ്റീവും എന്റെ നെഗറ്റീവും കാണിച്ച് ഞാൻ ഇതാണ്, ഇത് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാണ് ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്തത്. മനസ്സിലായില്ല? ഇപ്പൊ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി എല്ലാത്തിൽ നിന്നും മാറി നിന്ന് ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യാണ്. കാരണം ഈ ഒരു ലോ പ്രൊഫൈലിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനും കുറേ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി വീണ്ടും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പാഷനും എല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. അതെല്ലാം അതിനേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ. ഇപ്പൊ പലരും ഇപ്പൊ വിചാരിക്കും ബിഗ് ബോസിൽ വന്ന് എനിക്ക് ഒരു ഫെയിം കിട്ടി, കുറെ പേര് ഇഷ്ടപ്പെടുന്നു. 32ാമത്തെ വയസ്സിലാണ് ഞാൻ വന്നത്, 4ാമത്തെ സീസണിലാണ് വന്നത്. അത്രയും നാൾ വരെ ഞാൻ ഉണ്ടായിരുന്നു, അതിന് മുന്നേ എന്നെ അറിയത്തില്ല. അപ്പൊ അത്രയും നാൾ വരെ എന്റെ പ്രിപ്പറേഷനാണ്. അപ്പൊ എനിക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ഒരു സ്ലോ പേസിൽ ഇങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യും, പിന്നെ ഒറ്റ ഷോട്ടിൽ എന്ത് ചെയ്യും കാര്യങ്ങൾ ഇങ്ങനെ പോവുക ചെയ്യുന്നത്. ആ പ്രിപ്പറേഷൻ പീരീഡിന് എപ്പോഴും സമയമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ഭയങ്കര ഒരുപാട് വലിയ ബാക്കപ്പോ കാര്യങ്ങളോ ലൈക്ക് ഫ്രണ്ട്സോ ഒരു എന്നെ പുഷ് ചെയ്ത് അങ്ങ് ഭയങ്കര ഒരു ഇതിലേക്ക് എത്തിക്കാൻ ആരുമില്ല. ഞാൻ തന്നെ എഫേർട്ട് ഇട്ടാലേ എന്ത് ചെയ്യത്തുള്ളൂ, നടക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകള്, എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്താ പറയുക നെഗറ്റിവിറ്റി, എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഫേക്ക് ആൾക്കാർ, ഇതെല്ലാം റിയലൈസ് ചെയ്ത് ഇതെല്ലാം ഞാൻ മാക്സിമം അനലൈസ് ചെയ്തിട്ട് അവരെല്ലാം കട്ട് ചെയ്യാനും
എന്റെ ഭാഗത്ത് എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോ, ഞാനെന്ന് പറഞ്ഞ വ്യക്തിയിൽ ഈ കഴിഞ്ഞ കുറെ നാളിൽ ആൾക്കാർ കണ്ടതിൽ എന്തൊക്കെയാണ് ഇപ്പൊ ചോദിച്ചില്ലേ കുറച്ചുകൂടെ എന്താണ് ഇത്രയും നമ്മൾ ഇന്റർവ്യൂ ഇപ്പൊ കുറച്ച് മാറ്റം വന്നു. ഞാൻ തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് റീച്ചിനും കണ്ടന്റിനും ഫെയിമിനും വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി യൂഷ്വലി മുൻകൂട്ടി പ്രശ്നങ്ങൾ കണ്ടിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു പോണ ഒരാളാണ്. ഞാൻ യൂഷ്വലി പ്രശ്നങ്ങളൊന്നും പോകത്തില്ല അല്ലെ. എനിക്കൊന്ന് 2023 ഏറ്റവും കൂടുതൽ ട്രോളിൽ നിന്ന ഒരാളാണ് ഞാൻ. 24 ഞാനില്ല, ഒരു ട്രോളിൽ ഞാനില്ലായിരുന്നു. എന്തുകൊണ്ടില്ല? അതിന്റെ റീസൺ അവരെന്നെ കൊണ്ട് വീഡിയോ ചെയ്യാത്തതല്ല, ഞാൻ കൊടുത്തിട്ടില്ല കണ്ടന്റ്.